ലാത്തിച്ചാർജ് ചെയ്യപ്പെടേണ്ടതാണോ വയനാടിന്റെ ജീവിത സമരം എന്നത് അധികാരികളും പോലീസും സ്വയം ചോദിക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതുമായ ചോദ്യമാണ്. ഒരാഴ്ചക്കുള്ളിൽ 2 ജീവനുകൾ നഷ്ടപ്പെട്ട ജനതയാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാതെ സമരത്തിനിറങ്ങിയിരിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതുമാണ്. ആരും ആഹ്വാനം ചെയ്യുന്നത് അനുസരിക്കുകയല്ല അവർ ചെയ്യുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പോറ്റേണ്ടത്, എങ്ങനെയാണ് സ്വൈര്യമായി സുരക്ഷിതരായി മുന്നോട്ട് പോകേണ്ടത് എന്നറിയാത്തതിന്റെ പ്രതിഷേധം സർക്കാരിനോട് അല്ലെങ്കിൽ മറ്റാരോടാണ് ഒരു ജനത ചോദിക്കേണ്ടത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എത്രത്തോളം വലിയ കലുഷിതമായ സാഹചര്യമുണ്ട് എങ്കിലും സമാധാനമായി അവരെ നേരിടേണ്ടത് ഒരു സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മറന്നുകൊണ്ടാകരുത് ഒരു നടപടിയും എന്നത് പറയാതെ പോവുകയും സാധ്യമല്ല. രാഹുൽ KV വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, എന്താണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്? അവരെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് സംവിധാനം നേരിടുന്ന രീതി എന്താണ്? നടപടി ഉണ്ടാകാതെ പിരിഞ്ഞു പോകില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ജനം. അതുകൊണ്ട് തന്നെയാണ് ലാത്തിച്ചാർജ് ചെയ്തിട്ടും അവിടെ നിന്ന് പോകാത്തത്. പോലീസിന്റെ നടപടിയിൽ സാധാരണഗതിയിൽ ഇത് തീർത്തും സാധാരണക്കാരായ ജനമാണ്, മലയോര കർഷകരാണ്. സ്വാഭാവികമായി ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് അവർ ഒരു സാഹചര്യത്തിലും എത്തിച്ചേരേണ്ടതല്ല. പക്ഷെ അവിടെ തമ്പടിച്ചിരിക്കുന്ന ജനം അവരുടെ ബാഹുല്യം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. വയനാട് എത്രത്തോളം അരക്ഷിതമാണ് എന്നുള്ളത്. അതൊരു ജീവിത സമരമാണ്. ഇതിനടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുന്നത് തങ്ങളുടെ ജീവനാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവരുടെ ജീവനാണ് എന്നത് വ്യക്തമാകുന്ന ഇടത്താണ് സ്വന്തം വീടുകളിൽ നിന്ന് ഇറങ്ങി അവർ ഈ തെരുവിൽ തടിച്ചുകൂടിയിരിക്കുന്നതും പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നതും. തങ്ങളിൽ ഒരാൾ മരിച്ചുപോയെങ്കിൽ അവരുടെ മൃതദേഹവുമായി പ്രതിഷേധത്തിൽ ഒരുങ്ങുന്നുണ്ട് എങ്കിൽ ആ മൃതദേഹം സ്വന്തമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അതിനെ സമചിത്തതയോടെ നേരിടേണ്ട, അവരോട് സമാധാനത്തിന്റെ വഴി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും ഉണ്ട്. പോലീസിന് പരിക്കുപറ്റുന്നുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഈ പറയുന്ന ഒരു വലിയ ജനസഞ്ചയം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തത്തോടെ നേരിടേണ്ടത് ഒരു പോലീസ് സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. കുടുംബത്തിന്, മരിച്ച പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും എന്നതാണ്. 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകും. കുടുംബത്തിലെ ഒരാൾക്ക്, പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി, സർക്കാർ ജോലി നൽകും എന്നതാണ്. മൂന്നാമതായി പറഞ്ഞത് പോളിന്റെ മകളുടെ 10ാം ക്ലാസ്സുകാരിയാണ്, മകളുടെ തുടർ വിദ്യാഭ്യാസത്തിന്റെ ചിലവ് സർക്കാർ വഹിക്കും എന്നതാണ്. രാഹുൽ, ഇങ്ങനെ ഒരുപാട് ഉറപ്പുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട് സർക്കാരും ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നവരുമെല്ലാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ദീർഘകാലം സുരക്ഷിതത്വം ഉറപ്പു നൽകുന്ന ഒരു പരിഹാരം ആവശ്യമുണ്ട് അവർക്ക് എന്നുള്ളത് വ്യക്തമാണ്. അതിലേക്ക് ഊന്നി നിൽക്കുന്ന, അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്ന എന്ത് സമീപനമാണ് ഉണ്ടാകുന്നത്? മാധു, അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഫോർമുല എന്ന് പറയുന്നത് പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് കുടുംബത്തിന് അടിയന്തര സഹായം അനുവദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. 50 ലക്ഷം രൂപ ധനസഹായം, അതുപോലെ തന്നെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് സർക്കാരിൻ്റെ സ്ഥിരം ജോലി നൽകും, മകളുടെ വിദ്യാഭ്യാസ തുടർ ചിലവുകൾ അത് സർക്കാർ വഹിക്കും എന്നതാണ്. പക്ഷേ കേട്ടും അടുത്ത ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പോരാ, കൂടുതൽ ഉറപ്പ് വേണം, വ്യക്തത വേണം എന്നൊരാവശ്യം കർഷകർ ഉന്നയിച്ചു. ഇപ്പോൾ നമ്മളോടൊപ്പം വൈദികനാണ് ചേരുക. നമ്മളോട് ഈ ജനപ്രതിനിധികൾ, MLA മാർ ഇവിടെ വന്ന് ചില ഉറപ്പുകളൊക്കെ പറഞ്ഞല്ലോ. അതിനുശേഷവും പ്രതിഷേധം പക്ഷേ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സ്ഥിതിയും ലാത്തി ചാർജ് ഉൾപ്പെടെ നടക്കേണ്ടി വന്നു. ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ, ഇതിപ്പം ഉന്നത അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്ര ഒരു വിഷയം ഉണ്ടാവാൻ കാരണം ജനപ്രതിനിധികളെ സമാധാനിപ്പിക്കേണ്ട ആൾക്കാരാണ്. അവർ തീരുമാനം പറഞ്ഞു. ജനങ്ങളുടെ വൈകാരികമായ ഒരു പ്രതികരണം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കാതെ അവർ പ്രതികരിച്ചപ്പോൾ അത് ജനങ്ങൾ അതിലും വൈകാരികമായിട്ട് പ്രതികരിച്ചു. നടന്ന കാര്യങ്ങൾ അതാണ്. അതിൽ ഏതെങ്കിലും ഒരു ആളുകൾ അതിനകത്ത് അവരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉന്നതാധികാരികൾ ഇടപെട്ട് ഈ ബോഡി ഇവിടെ ആൾക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞ് ഇതിന് കോർഡിനേറ്റർ ആരുമില്ല, ഈ സമരത്തിന് ആരും കോർഡിനേറ്റർ ഇല്ല. അതുകൊണ്ട് ഇവരെങ്ങനെ സമാധാനിപ്പിക്കും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഈ ബോഡി വിട്ട് കൊടുക്കാത്തോടത്തോളം കാലം ഈ ബോഡി വീക്കായി ഒരു ബോഡി കൊടുക്കേണ്ട മാന്യമായ ഒരു കാര്യം കൊടുക്കാതെ ബോഡി ഞാൻ കയറിക്കൊണ്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ ഞാൻ പോലീസിൻ്റെ ശ്രദ്ധപ്പെടുത്തി ബോഡി കൊണ്ടാണ് സംവിധാനം ചെയ്യണം. ഇതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ജനങ്ങളെ ഒന്ന് മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ള വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. ജനങ്ങളോട് വളരെ പ്രതികാര മനോഭാവത്തോടുകൂടി അവരുടെ വാക്കിലുള്ള പ്രശ്നമാണ്. അവർ ജനങ്ങൾ പറഞ്ഞ MLA മാർ തിരിച്ചുപോയി. അപ്പോൾ അതിനകത്തൊരു MLA തിരിച്ച് ജനങ്ങളുടെ നേരെ വന്നു. അന്നേരമാണ് ഈ വിഷയം മൊത്തം ലാത്തിചാർജിലേക്കും ജനങ്ങൾ കൂടുതൽ പ്രകോപനപരമായിട്ട് മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ വന്നത്. അത് മനസ്സിലാക്കാതെ അതിന് ജനങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ സമാധാനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് ഏത് രീതിയിൽ ഇടപെടണം, ആ രീതിയിൽ ഇടപെടുക എന്നുള്ളതുള്ളൂ.
ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ജനങ്ങൾ അവരുടെ വികാരം മാത്രം പ്രതിഫലിപ്പിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ വികാരം ജീവൻ സ്വത്ത് ഉറക്കം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളാരുടെയും വേറൊന്നും നമ്മൾ കേവലമായ ഒരാൾ മരിച്ചു അതിന് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ അല്ലല്ലോ. ഒരാളെ കൊന്ന് ആളുടെ വീടിന് കടം വീട്ടുക എന്നുള്ളതല്ല. അപ്പം നാളെ ഞങ്ങൾക്കും ജീവിക്കണം. ഞങ്ങളെല്ലാം വയനാട്ടുകാരാണ്, നിങ്ങളെല്ലാം കാണുന്നതല്ലേ, ദിവസങ്ങളാണ് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നതല്ലേ. അപ്പം ഞങ്ങളുടെ ജീവന് മിനിമം ഒരു ഗ്യാരണ്ടി. ആളെ കൊന്ന ആനയെങ്കിലും മയക്കോട് വയ്ക്കാൻ 8 ദിവസമായിട്ട് നടക്കുന്നവർ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ 8 മണിക്കൂർ ചർച്ച നടത്തിയിട്ട് 10 ലക്ഷം രൂപ അനുവദിച്ചു. ഈ ആനയെ പിടിക്കാൻ വേണ്ടി എത്ര ലക്ഷം ചിലവാക്കി കാണും? ആലോചിച്ച് നോക്ക്. 8 ദിവസം കൊണ്ട് എത്ര പേര് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ജീവന് ഒരു മിനിമം എങ്കിലും ഗ്യാരണ്ടി കൊടുക്കാമെന്നുള്ളൂ വയനാട്ടുകാരൻ. ഞങ്ങൾക്ക് റോഡില്ല. ഇപ്പോൾ ഒരാളെ ഇന്നലെ കൊണ്ടുപോകണം, ചുരം ബ്ലോക്കല്ലേ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇത് ഗുരുതരമായൊരു പ്രതിസന്ധിയിൽ ജനങ്ങളുള്ളത്. ജനങ്ങളുടെ ഈ വികാരത്തെ അടിച്ചമർത്തുക എന്നുള്ളതല്ല, അനുനയിപ്പിച്ച് ജനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് നടക്കും. അത് ഉന്നതപ്പെട്ട അധികാരികൾ ചെയ്യണം. പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ ചികിത്സ വൈകിയെന്നാണോ? ചികിത്സ വഹിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ജനങ്ങൾ പൊതുവായിട്ടുള്ള. ഇപ്പോൾ ആന ചവിട്ടുമ്പോഴോ ഉപദ്രവിക്കുമ്പോഴോ അല്ലല്ലോ. ഇവിടെ നോർമലി ഒരാൾക്ക് എമർജൻസി വന്നു, നമ്മളെങ്ങനെ കോഴിക്കോട് എത്തുന്ന വലിയ കാര്യം. പല ആളുകൾ മരിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ആളുകൾ ആക്രമിക്കപ്പെടുന്നു കടുവയായിട്ട്. ഇപ്പോൾ കടുവ പിടിച്ച് നിങ്ങൾ കണ്ടാൽ കടുവ പിടിച്ച് 2 പശുക്കളെ കടുവ പിടിച്ചു. അപ്പോൾ നമ്മളെല്ലാം താമസിക്കുന്ന വളരെ ഭീതിയിലാണ്. സ്കൂളിൽ പോയി കുട്ടികൾ മടങ്ങി വരുന്ന സമയത്തൊക്കെ പിടിക്കുമെന്ന് നമുക്കറിയത്തില്ല, കടുവ പിടിക്കുമോ ആക്രമിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ വികാരം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യുക എന്നുള്ളത് ആര് ചെയ്യുന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞു ഇതിനൊരു നേതൃത്വമില്ല. എല്ലാവരും സ്വന്തം ആരും ആഹ്വാനം ചെയ്ത് സ്വന്തമായിട്ട് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിൽ ഇവൻ്റെ ഒരു ഭരണ സംവിധാനം ഇവിടെ നിലവിലുണ്ടല്ലോ, അടിച്ചോടിക്കുക എന്നുള്ളതല്ല. ഏത് ജനപ്രതിനിധികൾ കൃത്യമായിട്ട് ഇടപെടുന്ന രീതിയിൽ ഇടപെട്ട് ജനങ്ങളെ സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വേറെ നെഗറ്റീവ് വൈയിലേക്ക് വരും. ബോഡി വീക്കായി അത് അടക്കാൻ പറ്റാത്ത രീതിയിൽ വഷളായി കഴിഞ്ഞാൽ ഇത് ഈ സമരം കൊണ്ട് തന്നെ ഇത് ഇല്ലാതായിട്ട് വരും. താങ്ക് യു. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലുള്ള ഓരോ മനുഷ്യർക്കും പറയാനുള്ളത് ഇതുതന്നെയാണ്. ഒരാൾ മരിക്കുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുക, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ആശ്രിതർക്ക് ജോലി കൊടുക്കുക എന്നതൊന്നുമല്ല പരിഹാരം. ഇനി അവിടെ ഇതിനൊരു രക്തസാക്ഷി ഉണ്ടാകരുത് എന്നുള്ളതാണ് വയനാട്ടിലെ ഓരോ ജനങ്ങൾക്കും മുന്നോട്ട് വെക്കാനുള്ള ആവശ്യം എന്ന് പറയുന്നത്. അതിന് സാധ്യമായത് എന്തോ അതിന് പ്രയോറിറ്റി നൽകണം, അതിന് പ്രാമുഖ്യം നൽകണം, അതിന് അടിയന്തരമായ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടി ഉണ്ടാകണം എന്ന ആവശ്യമാണ് അവർ കർശന ബുദ്ധിയോടെ മുന്നോട്ട് വെക്കുന്നത്.